ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. ഒരുപാട് മറ്റുള്ള വീഡിയോകൾ ചെയ്യാൻ ഉണ്ട്, സംഭവങ്ങളുണ്ട്, കണ്ടന്റുകളുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് എന്താണ് ഇത് കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ കാണുമ്പോൾ 1,80,00,000 ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ തെറ്റല്ലേ എന്ന് കരുതിയിട്ടാണ് വീണ്ടും വീണ്ടും ചെയ്യുന്നത്. 1,80,00,000 ആണോ 1,79,00,000 ആണോ അതിലെന്തോ ചെറിയ പ്രശ്നമുണ്ട്. ചില സമയത്ത് നമ്മുടെ CEO 1,80,00,000 എന്ന് പറയാൻ കാണാം. 5 മിനിറ്റ് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ 1,79,00,000 എന്ന് പറയുന്നത് കാണാം. അപ്പോൾ നിങ്ങൾ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞേക്കത്, രണ്ടിലേതോ ഒന്ന് ഇത്ര ആണ് എനിക്ക് അറിയാവുന്നത്. അപ്പോൾ രണ്ടും പറഞ്ഞല്ലോ, ഇതിലേതോ ഉള്ള ആൾക്കാർ 1,80,00,000 79,00,000 കുറച്ചേക്കാണ്, അല്ലെങ്കിൽ കൂട്ടുക. എന്തിനാ നമ്മളായിട്ട് കുറച്ച് പറയണ്ട. 1,80,00,000 ആൾക്കാർ കാത്തുകുത്തിയിരിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് മറ്റ് വീഡിയോകൾ ചെയ്യുമ്പോൾ ചില ആൾക്കാർ ഹൈറിച്ചിനെ കുറിച്ച് പറയടാ എന്ന് പറഞ്ഞിട്ടൊക്കെ വീഡിയോ കമൻറ്റ് ഇടും. ഹൈറിച്ചിനെ കുറിച്ച് നീ വിട്ടോ, ഹൈറിച്ചിനെ കുറിച്ച് പറയടാ, നീ ഹൈറിച്ചിനെ കുറിച്ച് പറഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചത് പിന്നെ ഹൈറിച്ചിനെ കുറിച്ച് പറയാം, വേറെ എന്തൊക്കെ പറയാനുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭയങ്കര സംഭവമാണ്. ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ജൈനമതമായാലും ബുദ്ധമതമായാലും ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലും ഇന്ത്യയിലെ നിയമം അറിഞ്ഞിരിക്കണമെന്നാണ് പുതിയ കണ്ടുപിടുത്തം. ഇന്ത്യയിലെ നിയമം അറിഞ്ഞിരുന്നെങ്കിൽ ഈ പന്നികളൊന്നും മണി ചെയിനായിട്ട് നടത്തൂല എന്നുള്ളതാണ് വേറൊരു കാര്യം. ചിലപ്പോൾ ആ ഒരു പോസ്റ്റ് ഇട്ട ആൾ ചിലപ്പോൾ ഉദ്ദേശിച്ചത് ഇത് തന്നെയായിരിക്കും. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഏത് മതക്കാരനായാലും മണി ചെയിൻ ചെയ്യാതിരിക്കുക, അത് പിടി വീഴും എന്നുള്ളതായിരിക്കാം. അതുപോലെ തന്നെയാണ് വേറൊരു കാര്യം. അതെന്തായിരുന്നു, ഇന്ന് സപ്പാൻ ഇട്ടതാണ് നമ്മുടെ സെഷൻ കോർട്ടിലെയും ഹൈക്കോടതിയിൽ മറ്റേ 10/42 പിന്നെ ഇവർ രണ്ടാമത് പൂട്ടിയില്ലേ, അതിൻ്റെ ആ 2 കേസാണ് ഇപ്പോൾ 10-ാം തീയതിക്ക് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ മാസം 27-ാം തീയതി തന്നെ ഡേറ്റ് വന്നതാണ്, 10-ാം തീയതി. അതിനിപ്പോൾ 9-ാം തീയതി മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ നമ്പർ എത്രയാണെന്ന്. അപ്പോൾ സപ്പാൻ എന്ത് ചെയ്തു, സപ്പാൻ അതിൻ്റെ 2 കേസിൻ്റെയും അടുത്ത ഹിയറിംഗ് ഡേറ്റ് 10-ാം തീയതിയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ചില ആൾക്കാർ പറഞ്ഞത്, നമ്മുടെ സുപ്രീം കോടതിൻ്റെ വിധി കൊണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലേ, സംഭവം അനങ്ങാൻ തുടങ്ങി, നമ്മുടെ സുപ്രീം കോടതി വിധിയൊക്കെ വെറുതെ ആണെന്ന് പറഞ്ഞതൊക്കെ വെറുതെയാണ് കേട്ടാ. ഇപ്പം കാര്യങ്ങളൊക്കെ അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇവരോടൊക്കെ എന്ത് പറയാനാണ്, ഈ മണ്ടന്മാരല്ലേ ഇവർ. എന്നെ കൂടി ഇത്രയേ പറ്റൂ. അതിൻ്റെ ഈ താഴെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയണം, നിനക്കൊന്നും പണിയില്ല, ഈറ്റളെ നന്നാക്കാൻ, ഈ മണി ചെയിൻകാരെ നന്നാക്കാൻ എനിക്ക് അവരുടെ പണിയില്ലേന്ന് നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ പറയും. നീ എന്തിനാണ് അങ്ങനെയൊക്കെ പറയും, നീ പറഞ്ഞിട്ട് പോ, അല്ലാണ്ട് വെറുതെ ഇവർ എന്തിനാ കളിയാക്കി നിൽക്കുന്നതെന്നൊക്കെ പറയും. അതുകൊണ്ടാണ് നിർത്തുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.